VCUട്സിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബാലറീന. ജോൺ വിക്ക് ഫ്രാഞ്ചൈസിൽ നിന്ന് വരുന്നൊരു സിനിമയാണ് ബാലറീന. ഈ ഒരു സിനിമയെക്കുറിച്ച് നേരത്തെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഓഫ്കോഴ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ അന ഡി ആർമസ് പ്രധാന വേഷത്തിൽ വരുന്ന ജോൺ വിക്ക് സീരീസിലൊരു സ്പിൻ ഓഫ് ആണ് ഈ സിനിമ. ഈ സിനിമയെക്കുറിച്ച് നേരത്തെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സിനിമ ട്രെയിലർ പുറത്ത് വന്നിരിക്കുകയാണ്. എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ട്രെയിലർ കാണാൻ നേരത്ത് നമ്മളുടെ ജോൺ വിക്ക് 2014 വന്ന ജോൺ വിക്ക് ആ ഒരു സിനിമയുടെ വൈബ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല നമ്മളുടെ ജോൺ വിക്ക് പടത്തിന് റിട്ടേൺ ആവുന്നുണ്ട്, ക്യാനുസ് റിട്ടേൺ ആവുന്നുണ്ട്, നമ്മളുടെ കോണ്ടിനെൻ്റ് മാനേജറായ വിൽസൺ ആ കഥാപാത്രവും റിട്ടേൺ ആവുന്നുണ്ട്. സോ ഈ സിനിമയ്ക്കകത്ത് മെയിൻ ലീഡ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ അന്ന ഡി ആർമസ് ആണ്. അവരുടെ ഫസ്റ്റ് ആക്ഷൻ സിനിമ എല്ലാവരും ഇതിന് മുമ്പ് ആക്ഷൻ സിനിമ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് വന്നിരിക്കുന്ന നമ്മൾ ഈ ട്രെയിലർ ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും അറിയാം ഇത് ജോൺ വിക്ക് ഫ്രാഞ്ചൈസ് എന്നൊരു സിനിമ തന്നെയാണ്. സോ സിനിമയുടെ ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ അന്ന ഡി ആർമസിൻ്റെ കുട്ടിക്കാലമാണ് കാണിച്ചിരിക്കുന്നത്. സോ അവരുടെ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവരുടെ അച്ഛനോ അവരുടെ ഫാമിലിയോ എന്തോ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ ചോരയിൽ കുളിച്ച് അവരുടെ മുഖത്തരം ചോരയാണ്. അവരുടെ കയ്യിൽ ഒരു ബാലറീന ടോയും ഉണ്ട്, ഡാൻസ് കളിക്കുന്ന ഒരു പാവയുണ്ടാവും. സോ അവിടേക്കാണ് വിൻസ്റ്റൺ വരികയും നമ്മളുടെ വിൻസ്റ്റൺ അവരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റൂസ റോമ എന്ന് പറയുന്ന നമ്മളെ ജോൺ വിക്ക് ട്രെയിൻ ചെയ്യപ്പെട്ട അതേ അസോസിയേഷനിൽ ആ ഒരു എന്താ പറയുക ആ ഒരു അസാസിനെ ക്രിയേറ്റ് ചെയ്യുന്ന റുസ്ക റോമ എന്ന് പറയുന്ന അവരുടെ ഏജൻസി കൊണ്ടാക്കുന്നത്. തുടർന്ന് അവിടെ നമ്മളുടെ ഈ ഒരു കഥാപാത്രം റൂണി എന്ന ഈ കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈവ മാർക്കോ എന്നൊരു പേര് അവർക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഈ കഥാപാത്രത്തിൻ്റെ എന്താ പറയുക കഥാപാത്രത്തിൻ്റെ ഒറിജിനൽ സ്റ്റോറി നമുക്ക് ഇതുവരെ അറിയത്തില്ല. സോ ഈ കഥാപാത്രത്തിനെ നമ്മുടെ വിൻസ്റ്റൺ എനിക്ക് തോന്നുന്നു അഡോപ്റ്റ് ചെയ്തിട്ട് ഈ ഒരു നമ്മുടെ റുസ്ക റോമയിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. സോ അവരെയാണ് അവർ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ അവിടെ അവരുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തൻ്റെ അച്ഛനെ കൊന്നവരുടെ പ്രതികാരം തീർക്കാൻ വേണ്ടി വരുന്ന ഒരു റിവെഞ്ച് സ്റ്റോറി തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ട്രെയിലറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നേരത്തെ പറഞ്ഞാൽ നമ്മൾ 2014 വന്ന ജോൺ വിക്ക് സിനിമയായിട്ട് കുറച്ച് സാമ്യമുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ സിനിമയ്ക്ക് അത് കാണാൻ കഴിയുന്നുണ്ട്. നന്നായിട്ട് തന്നെ എന്താ പറയുക ട്രെയിലർ എന്ന ക്വാളിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. സോ അന്ന ഡി ആർമസ് ഇതിനു മുമ്പ് തന്നെ ഒരു ആക്ഷൻ സിനിമ ചെയ്തവർക്ക് ആക്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്തും അത് നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. 2-3 നല്ല അടിപൊളി ഷോർട്സ് സിനിമയ്ക്കകത്ത് വെച്ചിട്ടുണ്ടാവും. എസ്പെഷ്യലി ആ ട്രെയിലറിൻ്റെ എൻഡ് സീനുള്ള വെള്ളവും തീയുമായിട്ടുള്ള ആ ഫൈറ്റൊക്കെ കാണാത്തൊരു രസമായിട്ടുണ്ടായിരുന്നു. ഞാൻ സർപ്രൈസ്ലി നമ്മുടെ ജോൺ വിക്ക് ഈ പടത്തിൽ അപ്പിയർ ആവുന്നുണ്ട്. യെസ്, നമ്മുടെ ക്യാനൂസ് അപ്പിയർ ആവുന്നുണ്ട്. സോ സിനിമയുടെ കറക്റ്റ് ടൈം ലൈൻ എവിടെയാണ് നമുക്ക് അറിയത്തില്ല. മേ ബി ഇത് ജോൺ വിക്ക് 4 ആ ഒരു സമയത്ത് തന്നെയായിരിക്കാം ഈ ഒരു സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ സിനിമയുടെ കഥ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളുടെ ജോൺ വിക്കിനെ കാണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് മുറിവൊക്കെ ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ജോൺ വിക്ക് 4ഉം 3ലുമാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പരിക്കുകൾ പറ്റിയത്. സോ ആ ഒരു 4 ഇല്ലെങ്കിൽ 3 ആ നടന്ന സമയത്തായിരിക്കാം ഈ ഒരു കഥ നടന്നിട്ടുണ്ടാവുക ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നിങ്ങളെല്ലാം ട്രെയിലർ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയിലർ തന്നെ ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജോൺ വിക്കിൻ്റെ 5th പാർട്ടും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ഡിസ്കഷൻസും അതിൻ്റെ എന്താ പറയുക ഷൂട്ടിങ്ങൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങാൻ പോകുന്ന വാർത്തകൾ വരുന്നുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ജോൺ വിക്ക് 4ൽ ജോൺ വിക്ക് മരിച്ചിട്ടുണ്ടായിരുന്നു. സോ ജോൺ വിക്ക് 5 ആക്ച്വലി നമ്മളുടെ കെയിനെ ബേസ് ചെയ്തൊരു സിനിമ എടുത്തുകൊണ്ടിരാൻ പോകുന്നതൊക്കെ വാർത്തകളുണ്ടായിരുന്നു. ക്ലിയർ ആയിട്ട് അറിയത്തില്ല. സോ എന്തായാലും ഈ പടത്തിൻ്റെ അകത്ത് നമ്മുടെ വിൻസ്റ്റൺ അതുപോലെ തന്നെ നമ്മളുടെ ആ റിസപ്ഷനിസ്റ്റ് അദ്ദേഹം റിയൽ ലൈഫിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നമുക്ക് ഈ ഒരു സിനിമയിൽ അവസാനമായിട്ട് കാണാൻ കഴിയും. സോ അതുപോലെ തന്നെ കോണ്ടിനെൻ്റ് മാനേജർ ആയിട്ടുള്ള വിൻസ്റ്റൺ ഒക്കെ ആ കഥാപാത്രത്തിന് റിട്ടേൺ ആയിട്ടുണ്ട്. സോ നിങ്ങൾ ഈ ട്രെയിലറിനെ കുറിച്ച് എന്താണ് വിചാരങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഭയങ്കര ക്വാളിറ്റി ആയിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഒരുപാട് ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ളൊരു മൂവി തന്നെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം പറ്റിയിരിക്കണം. അതുവരെയും വിഷ്ണു സൈനിങ് ഓഫ്.